നമസ്കാരം. അമ്മ മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് മുൻവർഷ ചോദ്യങ്ങളും മാതൃകാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ് ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: മലയാളം ഏത് ഭാഷാ ഗോത്രത്തിൽ ഉൾപ്പെടുന്നു എന്നതാണ് ചോദ്യം. മലയാളം ഉൾപ്പെടുന്ന ഭാഷാ ഗോത്രം ഏത് എന്നതാണ്. മലയാളം ഉൾപ്പെടുന്നത് ദ്രാവിഡ ഗോത്രത്തിലാണ് എന്നോർക്കണം. മലയാളം ഉൾപ്പെടുന്നത് ദ്രാവിഡ ഗോത്രത്തിലാണ്. മൊത്തം ഭാഷകളെ 8 ഗോത്രങ്ങളായാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ മലയാളം ഉൾപ്പെടുന്നത് ദ്രാവിഡ ഗോത്രത്തിലാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസിന് എല്ലാം കൂട്ടിയിട്ട് പറയുന്നത് പഞ്ചദ്രാവിഡം എന്നാണ്. തമിഴ്, തെലുങ്ക്, തുളു, കന്നഡ, മലയാളം ഇവ 5ഉം ചേർന്നാണ് പഞ്ചദ്രാവിഡം എന്നറിയപ്പെടുന്നത്. ദ്രാവിഡത്തിലെ അപുഷ്ട ഭാഷ ഏത് എന്ന് ചോദിച്ചാൽ അത് തുളു ഭാഷയാണെന്ന് കൂടി ഓർത്തിരിക്കുക. സംസ്കൃതം ഉൾപ്പെടുന്നത് ഇൻഡോ യൂറോപ്യനിലാണ് എന്നോർക്കുക. സംസ്കൃതം ഉൾപ്പെടുന്ന ഭാഷാഗോത്രം ഇൻഡോ യൂറോപ്യൻ ഗോത്രമാണ്. അടുത്ത ചോദ്യം: മലയാളത്തിലെ ആദ്യത്തെ മണിപ്രവാള കൃതി ഏത്? മണിപ്രവാളം എന്നാൽ നമുക്കറിയാം മുത്തും പവിഴവും എന്നാണ്. മുത്തും പവിഴവും എന്നാണ് മണിപ്രവാളം എന്ന പദത്തിന്റെ അർത്ഥം. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ മണിപ്രവാള കൃതി ഏത് എന്നതാണ് ചോദ്യം. അത് വൈശിക തന്ത്രമാണ് എന്നോർത്തു വെക്കുക. വൈശിക തന്ത്രമാണ് മലയാളത്തിലെ ആദ്യത്തെ മണിപ്രവാള കൃതി. ഈ മലയവിലാസം ഖണ്ഡകാവ്യമാണ് എന്നും കൂടെ ഓർത്തു വെച്ചേക്കുക. മലയവിലാസം എന്നത് മലയാളത്തിലെ ഖണ്ഡകാവ്യമാണ് എന്ന് ഓർത്തു വെക്കുക. ഏത് ലിപി ഉപയോഗിച്ചാണ് മലയാള ഭാഷ എഴുതുന്നത് എന്ന് ചോദിച്ചിരിക്കുന്നു. ദേവനാഗരി, ആര്യ എഴുത്ത്, ബ്രാഹ്മി ലിപി, ചിത്രലിപി ഇതിലേതാണ് മലയാള ഭാഷ എഴുതാൻ ഉപയോഗിക്കുന്നത് എന്നോർത്താൽ അത് ആര്യ എഴുത്താണ്. ആര്യ എഴുത്ത്, ഗ്രന്ഥാക്ഷര ലിപി, ഗ്രന്ഥലിപി എന്നൊക്കെ പറയും. ആര്യ എഴുത്താണ് മലയാളം എഴുതാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. മുൻകാലത്ത് അത് വെട്ടെഴുത്ത്, അതായത് തടിക്കഷ്ണത്തിലോ ലോഹത്തിലോ ഒക്കെ വെട്ടിയാണ് എഴുതിയിരുന്നത് മുൻപ്. അതുകൊണ്ട് ഇത് വെട്ടെഴുത്ത്, വട്ടെഴുത്ത് എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പൊ ആര്യ എഴുത്താണ് എന്ന് ഓർത്തുവെക്കുക. അടുത്ത ചോദ്യം: ലിപിയും സാഹിത്യ ഗ്രന്ഥങ്ങളൊന്നും ഇല്ലെങ്കിലും ആശയവിനിമയത്തിന് ജനങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഭാഷയാണ് ഡാഷ് ഭാഷ എന്ന് പറയുന്നു. ലിപിയും സാഹിത്യ ഗ്രന്ഥങ്ങളും ഒന്നും ഇല്ല ആ ഭാഷയിൽ, എങ്കിലും ആശയവിനിമയത്തിന് വേണ്ടിയിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷയ്ക്ക് പറയുന്നത് ജീവൽ ഭാഷ എന്നാണ്. ജീവൽ ഭാഷ. ഉപയോഗിക്കാത്ത ഭാഷകളാണ് മൃതഭാഷ എന്ന് നമ്മൾ പറയാ. ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്നത് ജീവൽ ഭാഷയാണ് എന്ന്. അടുത്തത്: ശൃംഖല എന്ന പദം ചങ്ങലയായും കൃഷ്ണൻ എന്നത് കണ്ണനായും മാറുന്ന വ്യാകരണ പരിണാമത്തിന് ഉദാഹരണം ഏത് എന്നതാണ്. അതായത് ശൃംഖല എന്ന് പറഞ്ഞെടുത്ത് നമ്മൾ ചങ്ങല എന്നും കൃഷ്ണൻ എന്ന് പറഞ്ഞെടുത്ത് ക്രമേണ കണ്ണൻ എന്നും വരുന്ന ആ മാറ്റത്തിന് പറയുന്നത് എന്ത് എന്നതാണ്. വ്യാകരണത്തിൽ നിന്നുള്ള ചോദ്യമാണ്. തൽസമം, തൽഭവം, ആഭ്യന്തരമാണ്. ആഭ്യന്തര പദം, ബാഹ്യപദം ഏതാ കറക്റ്റ്? അത് തൽഭവമാണ്, വന്നു ഭവിക്കുന്നതാണ്. അതായത് ശൃംഖല ഭവിച്ചാണ് ചങ്ങല, കൃഷ്ണൻ എന്നത് മാറി മാറിയാണ് കണ്ണനായത്. അപ്പൊ ഇത് രണ്ടും തൽഭവത്തിനാണ് ഉദാഹരണം. തൽഭവം. അടുത്ത നമുക്ക് നോക്കാം കാനേഷുമാരി. കാനേഷുമാരി കണക്കെടുപ്പിനൊക്കെ നമ്മൾ പറയുന്നതാണ് അല്ലെ. കാനേഷുമാരി എന്ന പദം ഏതു ഭാഷയിൽ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ്. നമ്മൾ കുറെ പദങ്ങൾ ഇങ്ങോട്ടും സ്വീകരിച്ചിട്ടുണ്ട്, നമ്മളുടെ കുറെ പദങ്ങൾ മറ്റുള്ളവരും സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ കാനേഷുമാരി എന്ന പദം സംസ്കൃതം, ലത്തീൻ, മറാത്തി, പേർഷ്യൻ 4 ഭാഷകൾ തന്നിട്ടുണ്ട്. ഇതിൽ കാനേഷുമാരി പേർഷ്യൻ ഭാഷയാണ് എന്ന് ഓർത്തു വെക്കാം. ഷാ വെച്ച് കണക്ട് ചെയ്താൽ മതി. പേർഷ്യ, കാനേഷുമാരി. അപ്പൊ കാനേഷുമാരി എന്ന പദം പേർഷ്യൻ ഭാഷയിൽ നിന്നാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഖജനാവ് എന്ന പദം ഏതു ഭാഷയിൽ നിന്നാണ് മലയാളത്തിൽ എത്തിയത്? ഖജനാവ് എന്നതാണ് പദം. അറബി, ഫ്രഞ്ച്, പോർച്ചുഗീസ്, ഇംഗ്ലീഷ്. എപ്പോഴും ഓർത്തു വെക്കുക, അറബികളുടെ കയ്യിലാണ് ഖജനാവിൽ നിറയെ പണമുള്ളത് എന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഖജനാവ് എന്ന പദം അറബി ഭാഷയിൽ നിന്ന് നമ്മൾ എടുത്തതാണ്. അറബികളുടെ ഖജനാവിലാണ് നിറയെ പണമുള്ളത്. അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. അപ്പൊ അത് മാറിപ്പോവില്ല കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. പഞ്ചായത്ത് എന്ന പദം ഏതു ഭാഷയിൽ നിന്നാണ് മലയാളം സ്വീകരിച്ചത് എന്നതാണ് ചോദ്യം.
ഹിന്ദി, ഗ്രീക്ക്, സുറിയാനി, പ്രാകൃതം. ഇതിൽ പഞ്ചായത്ത് എന്ന പദം നമ്മൾ ഹിന്ദിയിൽ നിന്നാണ് സ്വീകരിച്ചത്. നമ്മൾ പറയുമല്ലോ ഓവറായിട്ട് സംസാരിക്കുന്നതിനെ നീ അധികം പഞ്ചായത്ത് പറയണ്ടെന്നൊക്കെ പറയില്ലേ. അപ്പൊ അത് ഹിന്ദിയിൽ നിന്ന് ഒരാൾ ഇങ്ങനെ വാചകം അടിക്കുമ്പോഴാണ് നമ്മൾ ചെന്നിട്ട് പറയണേ നീ അധികം പഞ്ചായത്ത് ഒന്നും പറയണ്ട. അപ്പൊ ഹിന്ദി എന്ന പദം പഞ്ചായത്ത് എന്ന പദം ഹിന്ദിയിൽ നിന്ന് എടുത്തതാണ് എന്ന് ഓർത്തു വെച്ചാൽ മതി. അപ്പൊ കാനേഷുമാരി ആണെങ്കിൽ പേർഷ്യൻ ആണ്, ഖജനാവ് ആണെങ്കിൽ അത് അറബിയാണ്, പഞ്ചായത്ത് ആണെങ്കിൽ ഹിന്ദിയാണ്. ഈ മൂന്നും ഓർത്തിരിക്കണേ. അടുത്ത ചോദ്യം നോക്കാം. കൊട്ടാരക്കര തമ്പുരാൻ തുടക്കം കുറിച്ച സാഹിത്യ പ്രസ്ഥാനം ഏത് എന്നതാണ് ചോദ്യം. ആട്ടക്കഥാ പ്രസ്ഥാനം, വഞ്ചിപ്പാട്ട്, ഗാഥാ പ്രസ്ഥാനം, പച്ച മലയാള പ്രസ്ഥാനം. ഇതിലേതാണ് കൊട്ടാരക്കര തമ്പുരാൻ തുടക്കമിട്ടത്? പറഞ്ഞോളൂ. അത് ആട്ടക്കഥാ പ്രസ്ഥാനമാണ് അല്ലെ. ആട്ടക്കഥാ പ്രസ്ഥാനമാണ് കൊട്ടാരക്കര തമ്പുരാൻ തുടക്കം കുറിച്ച സാഹിത്യ പ്രസ്ഥാനം. ഓർത്തുവെക്കുക. അടുത്തത് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണത്തിന് കുറവ് വരുന്ന സന്ധി ഏത് എന്നതാണ് ചോദ്യം. വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണത്തിന് കുറവ് വരുന്ന സന്ധി നമുക്കറിയാം. സന്ധിപ്പിൽ പോവതാം ലോപം, ഒന്നതിൽ കൂടലാഗമം, പകരം ചേർപ്പതാദേശം, ദിത്വം താൻ ഹല്ലിരട്ടിയും. അങ്ങനെയാണ് ആ ശ്ലോകമുള്ളത്. അപ്പൊ ഒന്ന് കുറയുമ്പോൾ നമ്മൾ പറയുന്നത് ലോപസന്ധി എന്നാണ് അല്ലെ. കുറയുമ്പോൾ ലോപമാണ്, ഇരട്ടിക്കുമ്പോൾ ദിത്വമാണ്, കൂടുന്നത് ആഗമസന്ധിയാണ്, ഒന്ന് പോയി ഒന്ന് വരുന്നത് ആദേശസന്ധിയാണ്. സന്ധികളുടെ ഒക്കെ ക്ലാസ്സുകൾ വേണമെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യണേ. ഡീറ്റെയിൽ ആയിട്ട് എടുത്തു തരാം. ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ക്ലാസ്സുകളാണോ വേണ്ടത് അത് താഴെ കമന്റ് ചെയ്താൽ ആ ഓർഡറിൽ ഞാൻ എടുത്തു തരാം. ഇതിപ്പോ ഞാൻ എന്റെ ഐഡിയക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഓരോന്ന് കൊണ്ടുവരുന്നത്. അടുത്തത് ഒരിടം. ഇതിലെ സന്ധി ഏത് എന്നതാണ് ചോദ്യം. ആദ്യം നമുക്ക് ഇതൊന്ന് പിരിച്ചു നോക്കാം. ഒരിടം എന്നാണ് ചോദ്യം. ഒരിടം നമുക്ക് എങ്ങനെ പിരിക്കാൻ പറ്റും? ഒരു അധികം ഇടമാണ് അല്ലെ. ഒരു അധികം ഇടമാണ് ഒരിടം ആയി മാറുന്നത്. ഇവിടെ എന്ത് മാറ്റം സംഭവിച്ചു എന്ന് നമുക്കൊന്ന് നോക്കാം. ഇടം എന്നുള്ളത് ഈ വള്ളി അടക്കം ഇവിടെ വന്നിട്ടുണ്ട്. ഇടം എന്നുള്ളത് ഇവിടെ ഒരു എന്നാണ്. ഇവിടെ നമുക്ക് എന്താ ഉള്ളത്? ഒര എന്നാണ് അല്ലെ. അപ്പൊ ഇവിടെ എന്താ കുറവ് കാണുന്നേ? എന്തിന്റെ കുറവ് കാണുന്നേ? വിവൃതോകാരത്തിന്റെ കുറവ് കാണുന്നു. വിവൃതോകാരമാണ് ഇല്ലാതായി പോയത്, ലോപിച്ചു പോയത്. അപ്പൊ ഇത് ഏത് സന്ധിക്ക് ഉദാഹരണമാണ്? ലോപസന്ധിക്ക് ഉദാഹരണമാണ്. ക്ലിയർ ആണോ? ഈ ഉകാരത്തിന് നമ്മൾ പറയുന്ന പേര് വിവൃതോകാരം എന്നാണ്. ചന്ദ്രക്കലേനെ നമ്മൾ പറയുന്ന പേര് സംവൃതോകാരം എന്നാണ്. ഓർത്തിരിക്കുക, സംവൃതോകാരം. സംവൃതാസുനിൽ ഇങ്ങനെ ചന്ദ്രക്കലയൊക്കെ വെച്ച് നിൽക്കണമെന്നൊക്കെ ചിന്തിച്ചാൽ മതി. ഇനി അടുത്തത് പണിപ്പുര എന്നതിലെ സന്ധി ഏത് എന്നതാണ് ചോദ്യം. ആദ്യം നമുക്കൊന്ന് പിരിച്ചു നോക്കാം. പണി അധികം പുരയാണ് കൂടിച്ചേരുമ്പോൾ പണിപ്പുര എന്നായി മാറുന്നത്. ഇവിടെ ഉള്ള ഒരു പ ഇവിടെ രണ്ട് പായായി മാറി. ഇരട്ടിച്ചു. ദിത്വം താൻ ഹല്ലിരട്ടിയും. അപ്പൊ ഇരട്ടിപ്പ് വരുന്നത് ദിത്വസന്ധിയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഓപ്ഷൻ 1 കറക്റ്റ് ആയ ആൻസർ. ഇനി എല്ലാ കേസുകളിലും ഇരട്ടിപ്പ് വരില്ല. അത് നമുക്ക് സന്ധിയിൽ പറഞ്ഞുതരാം. അടുത്ത നോക്കൂ. തിരു അധികം ഓണം. PSCയുടെ സ്ഥിരം ചോദ്യങ്ങളായിരുന്നു. തിരുവോണം, തിരുവാതിര, വാഴയിലൊക്കെ കേട്ടോ. തിരു അധികം ഓണം ഒന്ന് നമുക്ക് എഴുതി നോക്കാം. തിരു അധികം ഓണം കൂടിച്ചേരുമ്പോൾ തിരുവോണം എന്നായി മാറുന്നു. തിരുവോണം, തിരു ഓണം. ഇവിടെ എന്താ അഡീഷണൽ കാണുന്നത്? വ് എന്ന വർണ്ണം കാണുന്നു അല്ലെ. അധികമായി വ് എന്ന വർണ്ണമാണ് കാണുന്നത്. ഒരു വർണ്ണം വന്നു ചേർന്നാൽ നമുക്കറിയാം അത് ആഗമസന്ധിക്ക് ഉദാഹരണമാണ്. സത് അധികം ജനം, സജ്ജനം ആകുന്നത് ഏത് സന്ധി പ്രകാരം എന്നതാണ് ചോദ്യം. ഇവിടെ നോക്കൂ. ത് പ്ലസ് ജ എന്നുള്ളത് കൂടിച്ചേരുമ്പോൾ രണ്ട് ജായായി മാറുന്നു അല്ലെ. ഈ ത് എന്നത് പോയിട്ട് വേറൊരു ജ് എന്ന വർണ്ണം ഇവിടേക്ക് വന്നു ചേരുകയാണ്. ഒന്ന് പോയി ഒന്ന് വരുമ്പോൾ നമുക്കറിയാം അത് ആദേശസന്ധിയാണ്. അതുകൊണ്ട് സജ്ജനം എന്ന വാക്ക് ഓപ്ഷൻ എ ആദേശസന്ധിക്ക് ഉദാഹരണം. അടുത്തത് 8000 എന്നതിന്റെ സന്ധി ഏത് എന്നതാണ്. ശ്രദ്ധിക്കുക. അധികം 1000 ആണ്
കൂടിച്ചേരുമ്പോൾ 8000 ആയി മാറുന്നത്. 8000 എന്ത് മാറ്റാ വന്നേ നോക്കാം. ഇവിടെ 1000 എന്നുള്ളതാണ് ഇവിടുത്തെ ഈ ദീർഘമടക്കം 1000 എന്ന് വന്നിരിക്കുന്നേ. ഇവിടെ എണ്ണ് എന്നുള്ളത് ഇവിടെ 2 നായായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എന്താ സംഭവിച്ചത്? ഇവിടെ ഒരു ഉള്ളൂ, ഇവിടെ 2 ഉണ്ട്. അപ്പൊ പ്ലസ് ഒന്നുകൂടെ വന്നു ചേരുകയാണ്, ഇരട്ടിപ്പ് സംഭവിക്കുകയാണ്. അതുകൊണ്ട് 8000 എന്നത് ഇരട്ടിച്ചത് കൊണ്ട് ദ്വിത്വസന്ധിക്ക് ഉദാഹരണമാണ്. 8000-ഉം 800-ഉം കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരാറുണ്ട്, ശ്രദ്ധിക്കുക. n അധികം 1000 8000 ആണ്. ന് എന്നുള്ള വർണ്ണം ഇരട്ടിക്കുന്നത് കൊണ്ടാണ് ഇവിടെ അത് ദ്വിത്വസന്ധിയായി മാറുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 800 ഇപ്പൊ നമ്മൾ പറഞ്ഞതാണ്. 800 എന്നതിലെ സന്ധി ഏത് എന്നതാണ് ചോദ്യം. n അധികം 100 ആണ് അല്ലെ. n അധികം 100 ആണ്. കൂടിച്ചേരുമ്പോ എന്താവുന്നത്? 800 എന്നായി മാറുന്നത്. 800 എന്നായി മാറുന്നത്. ഒന്ന് നോക്കൂ, ഇവിടെ ന എന്നുള്ള വർണ്ണമുണ്ട്, പക്ഷെ കൂടിച്ചേരുന്നിടത്ത് ന ഉണ്ടോ? ഇല്ല. പകരം എന്താണുള്ളത്? 2 നായുണ്ട്. ഇവിടെ നമ്മളുടെ കയ്യിൽ ഒരു നായേ ഉള്ളൂ. അപ്പൊ ഇതിന്ന് നമുക്ക് എന്ത് അനുമാനിക്കാം? ന് എന്നുള്ള വർണ്ണം പോയി, പകരം എന്ത് വന്നു ചേർന്നു? ഒരു ന് എന്നുള്ള വർണ്ണം വന്നു ചേർന്നു. ഒന്ന് പോയി ഒന്ന് വന്നാൽ എന്ത് സന്ധി എന്നാണ് നമ്മൾ പഠിച്ചേ? അത് ആദേശ സന്ധിയാണ് അല്ലെ. ഓപ്ഷൻ ബി ആദേശ സന്ധിയാണ്. അതുകൊണ്ട് 800 എന്ന പദം ആദേശ സന്ധിക്ക് ഉദാഹരണമാണ്. 8000 എന്നതാണെങ്കിൽ അത് ദ്വിത്വസന്ധിക്ക് ഉദാഹരണമാണ്. രണ്ടും ക്ലിയർ ആയല്ലോ. അടുത്തത് മറ്റു പദങ്ങളുമായുള്ള ബന്ധം കാണിക്കാനായി നാമപദങ്ങളിൽ ചേർക്കുന്ന പ്രത്യയത്തിന് എന്തു പറയുന്നു? നമ്മൾ പറയാണ് നിഷ എന്നുള്ള നാമം എന്റെ പുസ്തകത്തിനെ കുറിച്ച് നമ്മൾ പറയാണ്. നിഷ ബുക്ക് എന്ന് പറഞ്ഞാൽ അർത്ഥം പൂർണ്ണമാണോ? അല്ല. എനിക്ക് ഇതിനോടുള്ള ബന്ധം കാണിക്കാൻ നമ്മൾ എന്തെഴുതും? നിഷയുടെ ബുക്ക് എന്നെഴുതും അല്ലെ. നിഷയുടെ ബുക്ക്. നമ്മൾ ഇവിടെ ചേർക്കുന്നത് ഉഡേ എന്നുള്ളൊരു പ്രത്യയമാണ്. അപ്പൊ വിഭക്തി പ്രത്യയം എന്നാണ് ഇതിന് പറയാ. അപ്പോ ഒരു പദത്തിന് അടുത്തതിനോടുള്ള ബന്ധം കാണിക്കാനായി നമ്മൾ ചേർക്കുന്നത് വിഭക്തി പ്രത്യയങ്ങളാണ്. ഓപ്ഷൻ എ ആണ്. ജെ, ഉഡേ, ഇൽ, കൽ, ക്ക്, ന് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം വിഭക്തി പ്രത്യയങ്ങളാണ്. ഒരു നാമപദത്തിന് മറ്റു പദങ്ങളോടുള്ള ബന്ധം കാണിക്കാൻ അവയോട് കൂട്ടിച്ചേർക്കുന്നവ. അടുത്തത് പ്രത്യയമില്ലാത്ത വിഭക്തി ഏത് എന്നാണ്. തന്മ, നിർദ്ദേശിക, കർത്ത, പ്രതിഗ്രാഹിക, കർമ്മമേ എന്ന് പറഞ്ഞിട്ടുള്ള ശ്ലോകം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതിന് തൊട്ടു മുന്നത്തെ ക്ലാസ്സിലാണോ അതോ അതിന് മുന്നത്തെ ക്ലാസ്സിലാണോ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിൽ പ്രത്യയങ്ങൾ ഒന്നുമില്ലാത്ത ഒരു വിഭക്തിയെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. നിർദ്ദേശിക വിഭക്തിയാണ് അല്ലെ. നിർദ്ദേശികയ്ക്കാണ് പ്രത്യേകിച്ച് വിഭക്തി പ്രത്യയങ്ങൾ ഒന്നുമില്ലാത്തത്. പ്രതിഗ്രാഹികയുടെ പ്രത്യയം ഏതാണ്? പ്രതിഗ്രാഹികയുടെ പ്രതിയെ പിടിച്ചു എന്നാണ്, എ പ്രത്യയമാണ്. സംയോജിക, യോജിപ്പിക്കുന്നത് ഓടാണ് എന്ന് നമുക്കറിയാം. ഓട് എന്ന പ്രത്യയമാണ് സംയോജികയ്ക്ക്. ഉദ്ദേശികയ്ക്ക് നമ്മൾ ഏതാ പഠിച്ചേ? നിക്ക് നിക്ക് എന്നാണ് പഠിച്ചേ. ഒന്നില്ലെങ്കിൽ ക്ക് ന് അല്ലെങ്കിൽ ന് ക്ക് എന്നതാണ് ഉദ്ദേശികയുടെ പ്രത്യയങ്ങൾ. ക്ലിയർ ആണല്ലോ. അപ്പൊ പ്രത്യേകിച്ച് പ്രത്യയങ്ങൾ ഒന്നുമില്ലാത്തത് ആർക്ക് എന്ന് ചോദിച്ചാൽ അത് നിർദ്ദേശികയ്ക്കാണ്. അടുത്ത ചോദ്യം, വെള്ളം കുടിച്ചു. ഇതിൽ വെള്ളം എന്ന പദം ഏത് വിഭക്തിയിൽ പെടുന്നു എന്നതാണ്. വെള്ളം കുടിച്ചു. ഒന്ന് ശ്രദ്ധിക്കുക. വെള്ളം കുടിച്ചു എന്ന് നമ്മൾ പറയുമെങ്കിലും അത് ശരിക്കും വെള്ളത്തെ കുടിച്ചു എന്നാണ്. വെള്ളത്തെ കുടിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ എ പ്രത്യയമാണ് വരുന്നേ. വെള്ളത്തെ കുടിച്ചു എന്ന് പറയുമ്പോ എ പ്രത്യയമാണ്. എ പ്രത്യയം വന്നാൽ നമുക്കറിയാം അത് പ്രതിഗ്രാഹികയ്ക്ക് ഉദാഹരണമാണ്. പ്രതിഗ്രാഹിക. നോക്കൂ, ഉദ്ദേശികയുടെ നമ്മൾ പറഞ്ഞതാണ് ക്ക് ന്. സംയോജികയാണെങ്കിൽ ഓടാണ്. പ്രയോജികയ്ക്ക് ഏതാ നമ്മൾ പഠിച്ചത്? പ്രയോജിക. ഏത് മരം കൊണ്ട് പ്രയോജനം എന്നാണ് നമ്മൾ പഠിച്ചേ? ആലാണ് അല്ലെ. ആൽമരം കൊണ്ട് പ്രയോജനം. അപ്പോ പ്രയോജികയുടേത് ആൽ എന്ന വിഭക്തി പ്രത്യയമാണെന്ന് ഓർത്തു വെച്ചിരിക്കുന്നേ. പ്രതിഗ്രാഹിക വിഭക്തിക്ക് ഉദാഹരണം ഏത് എന്നതാണ് ചോദ്യം. ബാലനെ, ബാലന്റെ, ബാലനിൽ, ബാലൻ. ഇതിൽ ഏതാണ് പ്രതിഗ്രാഹികയ്ക്ക് ഉദാഹരണം?
പ്രതിഗ്രാഹികയാവണമെങ്കിൽ എ പ്രത്യയം വരണം എന്ന് നമ്മൾ പഠിച്ചു. ഇവിടെ എ പ്രത്യയത്തിൽ അവസാനിക്കുന്നത് ബാലനെ എന്നാണ് അല്ലെ. അപ്പൊ ബാലനെ എന്നതാണ് എന്തിനുദാഹരണം? പ്രതിഗ്രാഹിക വിഭക്തിക്ക് ഉദാഹരണം. ഇതിൽ എന്തോ ഒരു ഗഡുപടുണ്ട്, നമുക്ക് വെക്കാം. അടുത്തത് നോക്കാം. സംയോജിക വിഭക്തിക്ക് ഉദാഹരണം ഏത് എന്നതാണ്. സംയോജികയാവണമെങ്കിൽ ഓട് എന്ന പ്രത്യയം വരണം എന്ന് നമുക്കറിയാം. അമ്മയ്ക്ക്, അമ്മയുടെ, അമ്മയോട്, അമ്മയിൽ. ഏതാ കറക്റ്റ് ആയിട്ട് വരിക? ഓട് എന്ന പ്രത്യയം ചേർന്ന് വരുന്നത് ഓപ്ഷൻ സിയിലാണ്. അമ്മയോട് എന്നതാണ് സംയോജിക വിഭക്തിക്ക് ഉദാഹരണം. അടുത്ത ചോദ്യം നോക്കാം. ഭാഷയിലെ ഏറ്റവും ചെറിയ ധ്വനി ഏതാണ്? നമുക്കറിയാം ക എന്ന അക്ഷരത്തിനെ വീണ്ടും നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ക പ്ലസ് അ എന്നാക്കാം. ക എന്നത് ഒരു വ്യഞ്ജനാക്ഷരമാണ്. ഒരു വ്യഞ്ജനാക്ഷരം ഉച്ചരിക്കണമെങ്കിൽ തീർച്ചയായും നമുക്കൊരു സ്വരത്തിന്റെ സഹായം വേണം. ക പ്ലസ് ആയാണ് ക ആയി മാറുന്നത്. അപ്പൊ ഏറ്റവും ചെറിയ ധ്വനി ക എന്ന വർണ്ണമാണ്. ഓർത്തിരിക്കുക, ഭാഷയിലെ ഏറ്റവും ചെറിയ ധ്വനിയാണ് വർണ്ണം. അടുത്തത് ചുട്ടെഴുത്ത് എന്നാൽ എന്ത് എന്നതാണ് ചോദ്യം. ചുരുക്കെഴുത്ത്, ചിട്ടയായ എഴുത്ത്, ചുവടെയുള്ള എഴുത്ത്, ചൂണ്ടിപ്പറയുന്നതിനുള്ള എഴുത്ത്. ചൂണ്ടിപ്പറയുന്നതിനുള്ള എഴുത്തിനെയാണ് നമ്മൾ ചുട്ടെഴുത്ത് എന്ന് പറയാ. ഏതൊക്കെ അക്ഷരങ്ങളാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുക? അവിടെ, ഇവിടെ, എവിടെ. ഈ മൂന്നെണ്ണമാണ് ചുട്ടെഴുത്ത് എന്നറിയപ്പെടുന്നത്. അ, ഇ, എ ആണ് ചുട്ടെഴുത്ത്. 25ാമത്തെ ചോദ്യമാണ് നമ്മൾ ചെയ്യുന്നത്. സ്വരസഹായത്തോടെ ഉച്ചരിക്കുന്ന അക്ഷരം ഏതാണ്? സ്വരത്തിന്റെ സഹായത്തോടു കൂടി മാത്രം നമുക്ക് ഉച്ചരിക്കാൻ സാധിക്കുന്നത് ഏത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം വ്യഞ്ജനമാണ് അല്ലെ. കാ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ വ്യഞ്ജനങ്ങളും സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്തു വേണം? സ്വരത്തിന്റെ സഹായം വേണം. അത് വ്യഞ്ജനമാണ്. മലയാള അക്ഷരമാലയിലെ മധ്യമങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന അക്ഷരങ്ങൾ ഏത് എന്നതാണ് ചോദ്യം. നമുക്കറിയാം യ, ര, ല, വ. ഈ 4 ഒന്നിച്ചു ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് മധ്യമങ്ങൾ. അപ്പൊ ഇവിടുത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ബാക്കിയുള്ളത് പറഞ്ഞുതരാം. ഷ, ഷ, സ ആണ്. ഇത് പറയുമ്പോ കാറ്റ് പുറത്തേക്ക് വരും. ഷ, ഷ, സ. ശരിയല്ലേ? അപ്പൊ ഊഷ്മാവ് പുറത്തു വരുന്നത് കൊണ്ട് ഇവരെ വിളിക്കുന്ന പേര് ഊഷ്മാക്കൾ എന്നാണ്. ഊഷ്മാക്കൾ. ഇനി ഹ എന്നത് ഒറ്റയ്ക്ക് നിന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നവനാണ്, ആഘോഷിക്കുന്നവനാണ്. അതുകൊണ്ട് അത് ഘോഷിയാണ്. ള, ഴ, റ ഇവരെ നമ്മൾ വിളിക്കുന്ന പേര് ദ്രാവിഡ മധ്യമം എന്നാണ്. ദ്രാവിഡ മധ്യമങ്ങൾ എന്നും വിളിക്കുന്നു. ക്ലിയർ ആണോ? യ, ര, ല, വ മധ്യമങ്ങളാണ്. ഷ, ഷ, സ ഊഷ്മാക്കളാണ്. ഹ എന്നതാണെങ്കിൽ അത് ഘോഷിയാണ്. ള, ഴ, റ എന്നത് ദ്രാവിഡ മധ്യമമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ഠ്യം എന്നറിയപ്പെടുന്ന അക്ഷരങ്ങൾ ഏത് എന്നതാണ് ചോദ്യം. കണ്ഠ്യം എന്നാൽ തൊണ്ടയുടെ ശബ്ദത്തോട് ഉച്ചരിക്കുന്നത്. ഓർത്തിരിക്കുക, കവർഗം അതായത് കാക്ക, ഗാഖാങ്ങ എന്നുള്ളത് അറിയപ്പെടുന്ന പേരാണ് കണ്ഠ്യം. അടുത്തത് ചാച്ച, ജാച്ചാനയാണ്. അതറിയപ്പെടുന്നത് താലവ്യം എന്നാണ്. താലവ്യം. ഇനി ഡാഠ, ഡാഠാണ ആണെങ്കിൽ ഓർക്കുക, നാവ് മൂർധന്യത്തിലാണ് തൊടുന്നത്. ഡാഠ, ഡാഠാണ എന്ന് പറയുമ്പോൾ അതെന്താണ്? മൂർധന്യമാണ്. മൂർധന്യം. ഇനി പാഫ, ബാഫാമയാണെങ്കിലോ പാഫ, ബാഫാമ ചുണ്ടാണ് അല്ലെ. ചുണ്ടിന്റെ കളികളാണ്. അതുകൊണ്ട് അത് അറിയപ്പെടുന്നത് ഓഷ്ട്യം എന്നാണ്. ഓഷ്ട്യം. അപ്പൊ കാക്ക, ഗാഖാങ്ങ കണ്ഠ്യം, ചാച്ച, ജാച്ചാഞ്ഞ താലവ്യം, ഡാഠ, ഡാഠാണ മൂർധന്യം, പാഫ, ബാഫാമ ഓഷ്ട്യം. ക്ലിയർ അല്ലേ? അടുത്തത് താഴെ പറയുന്നതിൽ സ്ത്രീലിംഗ പ്രത്യയമായി ഉപയോഗിക്കുന്ന ശബ്ദം ഏത് എന്നാണ്. സ്ത്രീലിംഗ പ്രത്യയമാവണമെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ പറയാ? മിടുക്കി, കേമി എന്നൊക്കെ പറയുമ്പോ ഈ എന്ന ശബ്ദത്തിലാണ് അല്ലെ ഇതൊക്കെ അവസാനിക്കുന്നത്. അതുകൊണ്ട് സ്ത്രീലിംഗ പ്രത്യയം ഏത് എന്ന് ചോദിച്ചാൽ അൻ, തു, അം, ഇ ഇതിലേതാണ് സ്ത്രീലിംഗ പ്രത്യയം? നമുക്കറിയാം അത് ഓപ്ഷൻ 4 ഇ എന്നതാണ് സ്ത്രീലിംഗ പ്രത്യയം.
അടുത്തത് താഴെ പറയുന്നവയിൽ പുല്ലിംഗ പ്രത്യയമായി ഉപയോഗിക്കുന്ന ശബ്ദം ഏത് എന്നതാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ എന്നത് സ്ത്രീലിംഗ പ്രത്യയമാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് പുല്ലിംഗ പ്രത്യയം. അൻ, ള, തി, ചി. എന്തായിരിക്കും? കേമൻ, മിടുക്കൻ, സമർത്ഥൻ ഒക്കെ അന്നിലാണ് അവസാനിക്കുന്നത് അല്ലെ. അന്നിലാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് അൻ എന്നതാണ് പുല്ലിംഗ പ്രത്യയം എന്ന് ഓർത്തു വയ്ക്കുക. കേരളീയർ എന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നതാണ് ചോദ്യം. അതായത് സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം എന്നൊക്കെയുള്ള തിരിവുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കേരളീയർ എന്ന് പറയുമ്പോ അതിൽ ആരൊക്കെ ഉണ്ടാകും? സ്ത്രീകൾ ഉണ്ടാകും, ഓൾസോ പുരുഷന്മാരും ഉണ്ടാകും അല്ലെ. സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ചുള്ള ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്കറിയാം അത് അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ്. അതുകൊണ്ട് കേരളീയർ എന്ന പദം അലിംഗ ബഹുവചനമാണ്. കാരണം കേരളത്തിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ചാണ് അല്ലെ, ഒന്നിച്ചാണ്. അടുത്ത് നോക്കൂ, താഴെ പറയുന്നവയിൽ സാമാന്യ ലിംഗത്തിന് ഉദാഹരണം ഏത്? മനുഷ്യൻ, നഗരം, അധ്യാപിക, മിടുക്കൻ. ഇതിൽ മനുഷ്യൻ എന്നതാണ് സാമാന്യ ലിംഗത്തിന് ഉദാഹരണമായി നമുക്ക് പറയാവുന്നത്. അടുത്തത് മാടമ്പി എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദം ഏത് എന്നതാണ്. മാടമ്പിയുടെ എതിർലിംഗം കെട്ടിലമ്മ, തമ്പുരാട്ടി, പിഷാരസ്യാർ, അന്തർജനം. പറഞ്ഞോളൂ. മാടമ്പിയുടെ എതിർലിംഗം കെട്ടിലമ്മയാണ് അല്ലെ. അപ്പൊ തമ്പുരാട്ടിയുടെ എന്തായിരിക്കും? തമ്പുരാൻ ആണ്. പിഷാരസ്യാരുടെ എന്തായിരിക്കും? പിഷാരടിയാണ്, പിഷാരടി. അടുത്തത് അന്തർജനമാണെങ്കിലോ അത് നമ്പൂതിരിയുടേതാണ് അല്ലെ. നമ്പൂതിരിയുടെ എതിർലിംഗമാണ് അന്തർജനം എന്നത് ഓർത്തിരിക്കുക. അടുത്ത നോക്കാം, പൗരൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദം ഏത് എന്നതാണ് ചോദ്യം. പുരന്ത്രി, പൗരസി, പൗത്രി, പൗരിണി. ഇതിലേതാണ് പൗരൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം? പറഞ്ഞോളൂ. പൗരന്റെ സ്ത്രീലിംഗം പുരന്ത്രിയാണ്. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചോദ്യചിഹ്നത്തിന് പറയുന്ന പേര് എന്ത് എന്നതാണ് ചോദ്യം. നമുക്ക് നോക്കാം. ചോദ്യചിഹ്നത്തിന് കാകു, അങ്കുശം, ബിന്ദു, പൂർണ്ണവിരാമം. ഏതാ കറക്റ്റ്? ചോദ്യചിഹ്നമാണെങ്കിൽ അത് കാകു ആണ്. കാകു. പരീക്ഷയ്ക്ക് ചില ചോദ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും അല്ലെ, എന്റെ ഒരു യോഗം എന്നൊക്കെ നമ്മൾ പറയും. അപ്പോ അനുയോഗ ചിഹ്നമെന്നും അനുയോഗ ചിഹ്നമെന്നും സ്തോഭ ചിഹ്നമെന്നും സ്തോഭ ചിഹ്നമെന്നും കാകു എന്നും അറിയപ്പെടുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്കാണ് എന്ന് ഓർത്തു വെക്കണേ. അടുത്തത് അങ്കുശമാണ്. അങ്കുശം ഏതാണ്? ഈ കോമയാണ്. കോമയെ പറയുന്ന പേരാണ് അങ്കുശം, അല്ലെങ്കിൽ അല്പവിരാമം എന്നും പറയും. ബിന്ദു ആണെങ്കിൽ അത് പൂർണ്ണവിരാമമാണ് എന്ന് നമുക്കറിയാം. പൂർണ്ണവിരാമം എന്നാൽ ബിന്ദു അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ആണ്. അങ്കുശം അല്പവിരാമം അല്ലെങ്കിൽ കോമയാണ്. കാകു ആണെങ്കിൽ അനുയോഗ ചിഹ്നം അല്ലെങ്കിൽ സ്തോഭ ചിഹ്നം എന്നൊക്കെ അറിയപ്പെടുന്നു. ഇംഗ്ലീഷിൽ കോളൻ എന്ന പേരുള്ള ചിഹ്നത്തിന് മലയാളത്തിലെ പേരെന്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇംഗ്ലീഷും മലയാളവും പഠിച്ചിരിക്കുക. ഇംഗ്ലീഷിൽ കോളൻ എന്ന പേരുള്ള ചിഹ്നത്തിന് മലയാളത്തിലെ പേരെന്ത് എന്നതാണ് ചോദ്യം. ഭിത്തിക, ബിന്ദു, അല്പവിരാമം, രോധിനി. ഇതിലേതാണ് കറക്റ്റ്? പറഞ്ഞോളൂ. ഭിത്തിക എന്നാണെങ്കിൽ ഭിത്തി കെട്ടിയ പോലെ രണ്ട് കുത്തിടുന്നതാണ്, ഒരുപോലെ രണ്ട് കുത്ത്. ബിന്ദു ആണെങ്കിൽ അത് ഒറ്റ കുത്ത് ഫുൾ സ്റ്റോപ്പ് ആണ്. അല്പവിരാമമാണെങ്കിൽ നമുക്കറിയാം അങ്കുശം അല്ലെങ്കിൽ കോമയാണ്. രോധിനി ആണെങ്കിൽ അർദ്ധവിരാമമാണ്, ഒരു കുത്തും ഒരു കോമയുമാണ്. ഇതിലേതാണ് കോളൻ എന്നതാണ് ചോദ്യം. കോളൻ എന്നാൽ ഭിത്തികയാണെന്ന് ഓർത്തു വെക്കുക. കോളൻ എന്നാൽ ഭിത്തികയാണ്. ഭിത്തിക എന്നും കോളൻ എന്നും പിന്നെ എന്താ പറയാ അതിനെ? അപൂർണ വിരാമം എന്നും പറയും. അപൂർണ വിരാമം എന്നും പറയുന്നു. ബിന്ദു ആണെങ്കിൽ നമുക്കറിയാം പൂർണ്ണവിരാമമാണ്. അല്പവിരാമം നമുക്കറിയാം കോമയാണ്. ഇനി രോധിനിക്ക് നമ്മൾ പറയുന്ന പേര് അർദ്ധവിരാമം എന്നാണ്. 4 വിരാമമുണ്ട്. ബിന്ദു ആണെങ്കിൽ പൂർണ്ണം, കോമയാണെങ്കിൽ അപൂർണം, ഭിത്തികയാണെങ്കിൽ തെറ്റി. ബിന്ദു ആണെങ്കിൽ പൂർണ്ണം, കോമയാണെങ്കിൽ അല്പവിരാമം, ഭിത്തികയാണെങ്കിൽ അപൂർണ വിരാമം. ഇനി രോധിനി ആണെങ്കിൽ അത് അർദ്ധവിരാമമാണ് എന്ന് ഓർക്കുക. അടുത്ത ചോദ്യം ഇതാണ്.
എന്തൊരു തേജസ് എന്ന് കഴിഞ്ഞിട്ട് ഒരു ചിഹ്നം ഇട്ടിട്ടുണ്ട്. ഈ വാക്യത്തിന്റെ അവസാനം ചേർത്തിരിക്കുന്ന ചിഹ്നമേത് എന്നതാണ് ചോദ്യം. റോക്കറ്റ് വിടുന്ന പോലത്തെ ഒരു ചിഹ്നമാണ്. ഇതിന് നമ്മൾ പറയുക എന്താണ്? വിക്ഷേപിണിയാണ് അല്ലെ. റോക്കറ്റ് ആണ് ഇങ്ങനെ വിക്ഷേപിക്കാൻ നിൽക്കുന്നത്. അപ്പൊ ഇതിന് നമ്മൾ പറയുന്ന പേര് വിക്ഷേപണി എന്നാണ്. ആശ്ചര്യ ചിഹ്നം എന്നും നമ്മൾ ഇതിനെ പറയാറുണ്ട്. അടുത്ത ചോദ്യം കൂടെ നോക്കാം. ഇംഗ്ലീഷിലെ സെമിക്കോളന് പകരമായി പറയുന്ന പേരെന്ത് എന്നതാണ് ചോദ്യം. നേരത്തെ നമ്മൾ പഠിച്ചു ഭിത്തികയ്ക്ക് നമ്മൾ പറയുന്നത് കോളൻ എന്നാണ്. അപ്പൊ സെമിക്കോളൻ ഏതാണ് എന്നതാണ് ചോദ്യം. സെമി എന്ന് പറയുമ്പോൾ പകുതി എന്നുള്ള അർത്ഥത്തിലാണ് അല്ലെ. അപ്പൊ അത് രോധിനിയാണ് എന്ന് ഓർത്തു വെക്കുക. രോധിനി അല്ലെങ്കിൽ അർദ്ധവിരാമമാണ് സെമിക്കോളൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ കണ്ടു പഠിക്കുക. താങ്ക് യു ഡിയേഴ്സ്. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.